ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്നത്തുള്ള എല്ലാം ഓൾമോസ്റ്റ് മിക്ക ഗായകരും അനുഭവിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാം, ആളെ അറിയാം, പക്ഷെ ഇയാളാണത് പാടിയെന്ന് അതെ പറഞ്ഞാൽ അതെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള അതെ. കാര്യമാണ്. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പാട്ടുകാരുടെ ഒരു നമുക്ക് അറിയാം ഇന്ന പാട്ട് ഇന്ന ആളാണ് പാടിയെന്നുള്ളത്. ഇപ്പൊ അത് കുറച്ചൊരു കണ്ടുപിടിക്കാൻ ഇപ്പൊ ഒരു എല്ലാരും ഇഷ്ടം പോലെ. കേട്ട് അതെ കേട്ട് അതെ മടുത്ത പാട്ടാണ് നീല നിലവേ അതെ അതെ ഈ അതെ പാട്ട്. പക്ഷെ ഈ പാട്ട് ആരാണ് പാടിയെന്ന് ചോദിച്ചു ഒരു കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ അടുത്ത് ഭയങ്കര നമ്മൾ അതെ അതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ അതെ കപിൽ കപിലൻ എന്ന് പറഞ്ഞ സിംഗറിന്റെ പാട്ട് കേൾക്കാത്തവരുടെ മലയാളം ആരുമില്ലെന്ന്. അതെ അതെ പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇത്രയും പാട്ടുകൾ പാടിയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഓൾമോസ്റ്റ് മിക്ക മലയാളികൾക്കും സാധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു ഷോ ചെയ്ത സമയത്ത് നമുക്ക് കുറെ സ്റ്റേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു കുട്ടിയാണ് പറഞ്ഞത്, പുറത്താണ്. അപ്പോൾ ഒരു കുട്ടിയാണ് പറഞ്ഞത് കപിൽ കപിലൻ എന്നുള്ള ഈ പാട്ട് പേര്. അപ്പൊ പാടിയ ഞാൻ ആ ആള് കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവളെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അവളും ശ്രദ്ധിക്കുന്നുണ്ട് ഏത് ആർട്ടിസ്റ്റാണ് ഈ പാട്ട് പാടിയെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് പണ്ട് നമ്മൾ ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഹാപ്പി വെഡിങ്ങിലാന്ന് തോന്നുന്നു, അതിനകത്ത് ഷറഫുദ്ദീൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇപ്പൊ എറണാകുളത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു എഞ്ചിനീയറുടെ തലയിലോ അല്ലെങ്കിൽ ഒരു ബംഗാളിയുടെ തലയിലോ വന്നു വീണ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ എഞ്ചിനീയർ മാറിയിട്ട് അതൊരു ഗായകനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗായികയായിട്ടുണ്ട്. എറണാകുളത്തെ ഒരു അവസ്ഥ അതാണ്.